Hello friends, welcome back to the Kapi Corner. ഐശ്വര്യ ലക്ഷ്മിയും ഷറഫുദ്ദീനും പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്ന ഹലോ മമ്മി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പം നേരെ സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖ് ഈലൻസ് ആണ്. സഞ്ജോ ജോസഫാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. എനിക്കൊന്ന് വൈശാഖ് ഈലൻസിൻ്റെ ആദ്യത്തെ ഫിലിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫി ഞാൻ ഇതിനകത്ത് എങ്ങും കാണുന്നില്ല, കുറേ തപ്പിയിട്ടും കിട്ടിയില്ല. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോമിൻ മാത്യുവും ഐബിൻ തോമസും രാഹുൽ ഇയസും ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി പ്രവീൺ കുമാർ, എഡിറ്റിംഗ് ബൈ ചമൻ ചാക്കോ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയും അതുപോലെ അശ്വിൻ രാമൻ ചേർന്നിട്ടാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെയ്ക്സ് ബിജോയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഷറഫുദ്ദീനെയും ഐശ്വര്യ ലക്ഷ്മിയും കൂടാതെ ജഗദീഷ്, ജോണി ആൻ്റണി, പിന്നെ അജു വർഗീസ്, അങ്ങനെ കുറച്ച് ഒരുപാട് ആൾക്കാർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് സിനിമയിലുണ്ട്. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയുക, സത്യം പറയാം, സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് എനിക്ക് തിയേറ്ററിൽ തന്നെ കാണണം എന്ന ആഗ്രഹമുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ഈ ഹലോ മമ്മി എന്ന് പറയുന്നത്. അത്യാവശ്യം കോമിക്കലായിട്ട് കുറച്ച് ഫാൻറ്റസി കലർന്ന കോമഡി ഹൊറർ സബ്ജക്റ്റാണ് എന്ന് ട്രെയിലറിൽ തന്നെ വ്യക്തമായിരുന്നു. അപ്പം അത് കണ്ടിട്ട് ആ ഒരു തിയേറ്ററിൽ പോയി കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടെ പടം റിലീസ് ഇല്ലാത്തതുകൊണ്ട് തിയേറ്ററിൽ പോയി കണ്ടില്ല. പോയി കണ്ടിരുന്നുണ്ടെങ്കിൽ പൈസ അന്നേ വേസ്റ്റ് ആയണേ. അത്രമാത്രം ആറുപോറൻ പടം എനിക്ക് ഒട്ടും കണക്റ്റ് ആവാതെ OTTയിൽ കണ്ടിട്ടും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നൊരു ഫീലിംഗ് വന്നൊരു സിനിമയാണ് ഈ ഹലോ മമ്മി എന്ന് പറയുന്നത്. സാധാരണ ഷറഫുദ്ദീൻ്റെ സിനിമകൾ ഫാമിലി ഓറിയൻറ്റഡ്, അത്യാവശ്യം ഫാമിലി സബ്ജക്റ്റുമായിട്ടൊക്കെ വരുന്ന ഷറഫുദ്ദീൻ്റെ ഫിലിംസ് അത്യാവശ്യം നല്ലൊരു ബേസ് സ്റ്റോറി ഉണ്ടാവാറുണ്ട്. ഈ സിനിമയ്ക്കും നല്ലൊരു കഥയുണ്ട്, നല്ലൊരു കോൺസെപ്റ്റായിരുന്നു, നല്ലൊരു സബ്ജക്റ്റായിരുന്നു. ഫാൻറ്റസിയും ഹൊററും ഒക്കെ ചേർത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരെ ചിരിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു സബ്ജക്റ്റായിരുന്നു ഈ ഫിലിമിനുണ്ടായിരുന്നത്. പക്ഷേ അത് എടുത്ത് അങ്ങേയറ്റം കുളവാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ബോറൻ മേക്കിംഗ് ആയിരുന്നു ഈ ഫിലിമിന്. ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് പോകുമ്പം ഒട്ടും കണക്റ്റഡ് ആവാത്ത രീതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം തുടക്കം മുതൽ നമ്മളെ ഒരു തരത്തിലും നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇമോഷണലി ബോണ്ട് ചെയ്യാനോ പറ്റാത്ത കുറേ സീൻസ് എന്തൊക്കെയോ എടുത്തു വെച്ചിട്ട് അത് മൊത്തം എഡിറ്റ് ചെയ്ത് ഒരു വെട്ടി ഒട്ടിച്ചേക്കുന്ന പോലെ, പണ്ട് നമ്മൾ പറയുമല്ലോ നമ്മൾ ഫിലിം വെട്ടി ഒട്ടിക്കുന്നത്, അതുപോലെ വെട്ടി ഒട്ടിച്ചേക്കുന്ന ഒരു ഫീലാണ് എനിക്ക് സത്യം പറഞ്ഞ ഫിലിം കണ്ടപ്പോൾ തോന്നിയത്. എനിക്കൊരു ഒട്ടും വർക്കൗട്ടായില്ല, തീരെ വർക്കൗട്ടായില്ല. ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ഫിലിമായിരുന്നു ഈ ഹലോ മമ്മി എന്ന് പറയുന്നത്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു സംവിധാനം അത്ര ഒരു പ്രോപ്പറായിട്ടല്ല. എനിക്ക് അതിൻ്റെ പരിചയക്കുറവെല്ലാം അദ്ദേഹത്തിന് ആ ഒരു മേക്കിങ്ങിൽ കാണാനുണ്ട്. ക്യാമറ വർക്കും പ്രത്യേകിച്ച് കാര്യമായിട്ട് എടുത്ത് പറയത്തക്കതായിട്ട് ഒരു കാര്യവും ക്യാമറ വർക്കിലും ഇല്ല. അഭിനയത്തിൽ വരുമ്പോഴത്തേക്ക് ഷറഫുദ്ദീൻ അത്യാവശ്യം നല്ലൊരു ആക്ടറാണ്. അത്യാവശ്യം എല്ലാ സിനിമകളിലും വളരെ നല്ല രീതിയിൽ ഒരു എന്താ പറയുക ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഉള്ള ഒരു താരമാണ് ഈ ഷറഫുദ്ദീൻ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് സിനിമയുടെ അവസാനത്തേക്ക് വരുമ്പോഴത്തേക്ക് അവസാനത്തെ ഫൈറ്റ് സീനിലൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം നമുക്ക് തോന്നുന്ന ഫീല് അതേപോലെ ഷറഫുദ്ദീനെ ഫീൽ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്, ലീഡ് ക്യാരക്ടറിനെ ഫീൽ ചെയ്തത്. കാരണം എങ്ങനെയെങ്കിലും ഇതൊന്ന് തീരട്ടെ എന്നൊരവസ്ഥ ആ ഒരു ക്യാരക്ടറിനുണ്ടായതുപോലൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പടം കണ്ടപ്പം തോന്നിയത്. ഒട്ടും കണക്റ്റ് ആയിട്ടില്ല. ഐശ്വര്യ ലക്ഷ്മിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഒട്ടും എക്സ്പ്രഷൻ ഇല്ലാത്ത രീതിയിൽ വരുന്ന ഒരു അഭിനയമാണ്. എനിക്ക് ഒട്ടും കണക്റ്റ് ആയില്ല. ഇതിൽ അഭിനയിച്ച ആക്ടേഴ്സ് എല്ലാം എന്താ പറയുക, ആർക്കും വേണമെന്ന് വെച്ച് അഭിനയിച്ച ഒരു ഫീലിംഗ് എനിക്കില്ല. അവർ ഫോഴ്സ്ഡ് ആയിട്ട് അഭിനയിപ്പിച്ച പോലൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അല്ലാതെ പ്രത്യേകിച്ച് പടത്തിനകത്ത് ഒരു തേങ്ങയില്ല, ഒരു കാര്യവുമില്ല. ചുമ്മാ എന്തൊക്കെയോ സീൻ കാണിച്ചു വെച്ചിരുന്നു. അവസാനമൊക്കെ കൊണ്ടുവന്ന് ഇവർ കുറേ എന്താ പറയുക നോർത്ത് ഈസ്റ്റിലുള്ള ഈ പ്രേതപിടുത്തക്കാരെയൊക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഒട്ടും വർക്കൗട്ടാകാതെ എനിക്ക് ഒരു രീതിയിലും ഇമോഷണലി കണക്റ്റ് ആവാത്ത ഒരു ഫിലിമാണ് ഈ ഹലോ മമ്മി എന്ന് പറയുന്നത്. ജെയ്ക്സ് ബിജോയുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബോറായിരുന്നു. ഭയങ്കര ബോറൻ ഫീലിംഗ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതുപോലെ ചത്ത കുഞ്ഞിന് ജാതകം എഴുതിയിട്ട് കാര്യമില്ലല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞ ഫിലിമിൻ്റെ ഈ ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എന്ന് പറയുന്നത്. ഒരു കാര്യമില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടിച്ച് വെച്ചേക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് സിനിമ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OTTയിൽ ആമസോൺ പ്രൈമിൽ സിനിമ അവൈലബിൾ ആണ്. കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.